ഇതേപോലെ തന്നെ സ്ത്രീകളോടും പറയണമെന്ന എന്തായി പ്രത്യേകം നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കണ്ട, വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പുരുഷന്മാരോട് ഇത്തരത്തിലുള്ള വൈകാരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ലക്ഷ്യം വെച്ചിട്ടുള്ള ആ നോട്ടം നോക്കണ്ട. ചില സന്ദർഭത്തിലൊക്കെ കണ്ണ് താഴ്ത്തിക്കോളും. ചിമ്പ പറഞ്ഞില്ല കേട്ടോ, കണ്ണ് പച്ച ചിമ്പം പറഞ്ഞില്ല, മഹാ അപകടത്തിൽ. അപ്പൊ താഴ്ത്തി പിടിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയുടെ കൂടെ എന്നിലേക്ക് കാര്യമായ ലക്ഷ്യം അവൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത്രത്തോളം അങ്ങോട്ട് നോക്കണ്ട. അല്ലെങ്കിൽ അവൾ വന്ന് നിൽക്കുന്ന നൃത്തം കണ്ടാൽ എന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അത്തരത്തിലും വേണ്ട. സാധാരണ ആ വക യാതൊരു ഉദ്ദേശവും ഇല്ലാതെ സാധാരണ മനുഷ്യന്മാര്, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പോകും. എവിടെ? മക്കത്ത് പോലും. മക്കാണല്ലോ ഏറ്റവും വലിയ പുണ്യസ്ഥലം, മസ്ജിദുൽ ഹറാം. അതിനേക്കാണ് വലിയ പുണ്യസ്ഥലം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടില്ല. കേന്ദ്രം എന്ന നിലക്ക് തന്നെയോ ബാധ്യ ചെയ്ത വർദ്ധിക്കുക വേറെ കാര്യം ഇരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട, നമ്മൾ ലക്ഷ്യം വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുള്ള മക്കത്തെ പള്ളി, അവിടെയാണ് സ്ത്രീയും പുരുഷനും നന്നാൻ ചെയ്യും നോക്കാൻ പാടില്ല. അവിടെ മറക്കാൻ പറഞ്ഞു. അവിടെ മുഖം മറക്കാൻ പറഞ്ഞവരോട് പറഞ്ഞിട്ടില്ല, മുഖം മറക്കാൻ പറഞ്ഞിട്ടില്ല. മറക്കരുതെന്ന് പറഞ്ഞു അപ്പൊ എഴുതിച്ചത്. ആരാണ് എഴുതിച്ചു കൂട്ടരുത്? ഈ പലതന്റെ ആൾക്കാരെന്നെ എഴുതിച്ചത്. മക്കത്ത് ഹജ്ജിന് വന്നാൽ ഒരൊറ്റ സ്ത്രീയും മുഖം മൂടാൻ പാടില്ല എന്ന് നബി കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് തന്നെ ഉണ്ടത്. അത് അവരെന്നെ എഴുതി വെച്ചത്, നമ്മളാരും എഴുതിച്ചത്. നമ്മൾക്ക് എഴുതാൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ മക്കത്തുകായിട്ട് പ്രത്യേകത ഉണ്ട്. ഖുർആനിലെ ഇല്ല മുഖം മറക്കാൻ. പിന്നെന്താ ഇപ്പൊ മക്കത്ത് അതിന്റെ പ്രത്യേകം ഒന്നുമില്ല. ഖുർആനിലെ സ്ത്രീകൾ മുഖം മറക്കണം എന്നില്ല. പിന്നെ മക്കത്ത് വെച്ച് മറക്കണം പറയാൻ പാടില്ല, പറയാൻ പാടില്ല. മദീനത്ത് വെച്ച് മറക്കാൻ പറയാൻ പാടില്ല. അവര് പിന്നെ എന്ത് എഴുതി വെച്ചു? നബി ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം. പക്ഷെ അത് നമ്മളെ പ്രമാണമൊന്നുമല്ല കേട്ടോ, അത് മറക്കാൻ അനുമാനിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സ്ത്രീകളെ മുഖം മറച്ചിട്ട് ആ ഗ്രീക്ക് സമ്പ്രദായക്കാരുടെ മാതിരി മുഖം മറച്ചിട്ട് നടക്കണം. മുഖമൊക്കെ തുറന്നിട്ട് ആ വക അനാവശ്യങ്ങളും ആ വേണ്ടാവൃത്തികളൊന്നും വേണ്ട. മുഖമൊക്കെ അന്തസ്സായിട്ട് തുറന്നിട്ട് നടക്കണം. മുഖം മറക്കാനേ പാടില്ല എന്ന് നബി പറഞ്ഞു. ഇപ്പൊ ഹജ്ജിന്റെ വിശദാംശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതിന്റെ നിയമങ്ങളും ഫർളുകളും ഉജൂബുകളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു ഇനം എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല എന്ന് സകല മദ്ഹബിൽ എഴുതിച്ചു. നന്നായി, വളരെ നന്നായി തന്നെ അങ്ങനെ ചെയ്തു. മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ പോലും ഒരൊറ്റ സ്ത്രീക്കും മുഖം മറക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു എന്ന് 4 മദ്ഹബുകളും സമ്മതിച്ചിരിക്കുന്നു. നല്ലത് ആയിക്കോട്ടെ. അത് ഏത് ഹദീസിനകത്ത് പറഞ്ഞാലും വേണ്ട, നമ്മൾക്ക് ഹദീസ് ഒന്നും നോക്കാതെ തന്നെ മുഖം എവിടെയും മറക്കാൻ പാടില്ല. മക്കത്ത് മാത്രമല്ല, എവിടെയും മറക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവർ എഴുതി വെച്ചപ്പോ നബി അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും കാരണം ഈ മുഖം ഏറ്റവും മുന്തിയ ആരാധനയുള്ള ഹജ്ജ് ഏറ്റവും മുന്തിയ ആരാധനയായിട്ട് വരുമ്പോ അവിടെയാണ് എല്ലാ ഖുറാഫാത്തും അടിഞ്ഞുകൂടേണ്ടത്. എല്ലാ അനാചാരങ്ങളും സങ്കീർണതകളും ഒക്കെ അവിടെയാണ് അടിച്ചേൽപ്പിക്കുക. അപ്പോ ഇവിടെ എല്ലാവരും കൂടി പുരുഷനും സ്ത്രീയും കാണാത്ത രൂപത്തിൽ നടക്കണമെന്ന് വല്ല മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും പറഞ്ഞുണ്ടാക്കിയെങ്കിലോ എന്ന് സംശയിച്ചിട്ടായിരിക്കണം ഒരൊറ്റ കുട്ടി മുഖം മറക്കാൻ പാടില്ല എന്ന് നബി നിർബന്ധിക്കാൻ കാരണം, നബി പ്രഖ്യാപിക്കാൻ കാരണം അതായിരിക്കണം. ഇതുപോലെ ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമുള്ള കൗമാണ് അറബികളും. ഇരുന്ന് വെള്ളം കുടിക്കണം, ജൂതന്മാരെ പഠിപ്പിച്ച ഇരുന്ന് വെള്ളം കുടിക്കണം. എവിടെയാണെങ്കിലും ഇരുന്ന് വെള്ളം കുടിക്കണം. അപ്പൊ നബിക്ക് ഇതിന്റെ വേണ്ടാത്ത മനസ്സിലായി. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ? വെള്ളം കുടിക്കാനൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ദിവസം 10-12 പ്രാവശ്യം വെള്ളം കുടിക്കണം. അപ്പോഴൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വെച്ച് കസേരണ്ടാവും. അപ്പൊ നബി എന്ത് ചെയ്തു? ആ 10,000-കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ആ മക്കത്ത് വെച്ചിട്ട് തന്നെ ഈ മുഖംമൂടി പാടില്ല എന്ന് പറഞ്ഞ മതിലിൽ നിന്ന് വെള്ളം കുടിച്ചാണ് കാണിച്ചു കൊടുത്തു. നിന്ന് വെള്ളം കുടിച്ച് കാണിച്ചു കൊടുത്തു. അതെല്ലാവരും എഴുതിയൊക്കെ നബി നിന്ന് വെള്ളം കുടിച്ച് എന്തിനാ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെള്ളം പാൽ കുടിച്ചതെന്ന് പറയുന്നുണ്ട്. പല വെള്ളം എന്താവട്ടെ കുടിച്ചു, നിന്നിട്ടാണ് കുടിച്ചു. എല്ലാവരും കാണത്തക്കാർക്ക് എന്തിനാ അത് പഠിപ്പിച്ച്? ആ അന്ധവിശ്വാസം അവിടെ പോയിക്കോട്ടെ എന്നതാണ്. എന്നതുപോലെ ഈ അന്ധവിശ്വാസം ഇത് നീക്കോട്ടെ. പെണ്ണുങ്ങളൊക്കെ മുഖം മൂടി നടക്കേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമിക സംസ്കാരം എന്ന ഒരു സമ്പ്രദായം, ഒരു നിയമം ഈ ലോകത്ത് വരികയാണെങ്കിൽ ഞാനത് ആദ്യം തന്നെ പൊളിച്ചിരിക്കുന്നു എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരൊറ്റ കുട്ടി മുഖം മൂടി പോരുത്. നബിന്റെ ഭാര്യമാരടക്കം അത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായത് കൊണ്ടായിരിക്കാം ഇന്ന് വരെ അവിടെ ചെന്നാലും കാണാം സ്ത്രീകൾ മുഖം മറക്കൂലാണ്. സ്ത്രീകൾ മുഖം മറക്കും. അപ്പോ അവിടെ ഇസ്ലാമിന്റെ കേന്ദ്രമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് പോലും മുഖം കാണല് ഹറാമാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മുഖത്ത് നോക്കുന്ന ഹറാമ് ചെയ്തിട്ടാണോ ആരാധന നടത്തേണ്ടത്? അതൊരു ഹറാമാണെങ്കിൽ ആ ഹറാം ആദ്യം നിരോധിക്കേണ്ട അവിടെ അല്ലേ, എടുത്തിടേണ്ടത് അവിടെ അല്ലേ? അപ്പൊ ആ ഹറാമായ സമ്പ്രദായം അവിടെ നിലനിർത്തി വേറൊരിടത്തൊക്കെ ഇനിയിപ്പോ അപ്പൊ അവിടെ ഹലാലേ, വേറൊരിടത്തൊക്കെ ഇപ്പോഴും ഹറാം തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭാഗം മക്കൾ പാടാണ്. ഖുർആൻ പറഞ്ഞു
മക്കത്ത് വരുമ്പോ മുഖം മൂടണ്ട എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ പിന്നെ വേറുള്ളടത്ത് മൂടണം ധനിയായിട്ട് നമുക്ക്